മലയാറ്റൂരിൽ കുട്ടിയാന കിണറ്റിൽ കുടുങ്ങിയ പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധം നിരന്തരമായി വന്യമൃഗശല്യമുള്ള പ്രദേശമാണെന്നും പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ജനങ്ങളുടെ പ്രതിഷേധം. ജനങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് ഇല്ലിത്തോട്ടിൽ സാജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാന കുടുങ്ങിയത്. ഇതോടെ മറ്റാനകളും പ്രദേശത്ത് തമ്പടിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അമ്മയാന തന്നെ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയ്ക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. ആനകളുണ്ടെന്നറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകിയെന്നാണ് നാട്ടുകാരുടെ പരാതി. ഫെൻസിംഗ് കൃത്യമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കൃഷി തെങ്ങ് എല്ലാം കൃഷി നശിപ്പിച്ച അത് നിങ്ങൾക്ക് ലൈവ് പോയാൽ കാണാം. കൃഷി നശിപ്പിക്കണമെന്ന് പറയാനില്ല, ഇനി നശിപ്പിക്കണമെന്ന് പറയാനില്ല. ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു നടപടി എന്താണെന്ന് അവർ മുന്നോട്ട് വയ്ക്കില്ല. അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോകാൻ, ആർക്കും സംസാരിക്കാനുള്ള ധൈര്യമില്ല. സബ് കളക്ടർ കെ മീരയും തഹസിൽദാരും സംഭവസ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. പ്രദേശത്ത് അടിക്കാട് വെട്ടാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പെട്രോളിങ്ങിന് 3 വാച്ചർമാരെ കൂടി അധികമായി നിയമിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ ജെന്യുവൻ ആണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഓരോന്നായിട്ട് അവരുടെ ഇഷ്യൂസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒരു അടിക്കാട് വെട്ടലാണ്. അവർക്ക് ഒരു ആന വരുന്നത് കാണാൻ പറ്റുന്നില്ല, കാട് തിങ്ങി പിടിച്ച് നിൽക്കുന്ന കാരണം. അപ്പോൾ അതിനൊരു ഓൾറെഡി തൊഴിലുറപ്പ് വഴി അത് വെട്ടാനുള്ള NOC ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ഡിലേ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതുവഴി നമുക്ക് കാട് വെട്ടി തെളിക്കാം. അതുപോലെ പഞ്ചായത്തിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ സഹായത്തോടു കൂടെ ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു മോണിറ്ററിങ്ങിൽ വളരെ നിയമപരമായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്ന മരങ്ങൾ ക്ലിയർ ചെയ്ത് ആന വരുന്ന ഒരു വിസിബിലിറ്റി കൂട്ടാനുള്ള ഒരു തീരുമാനം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ആനകൾ ഉൾക്കാട്ടിലേക്ക് പോകാത്തതിനാൽ ഇന്ന് മുഴുവൻ സമയ നിരീക്ഷണം ഉണ്ടാകും. വിഷപ്പാമ്പുകളടക്കം പ്രദേശത്തെ കാട്ടിൽ തുറന്നുവിടുന്നത് അവസാനിപ്പിക്കുമെന്നും അടുത്തയാഴ്ച ജില്ലാ കളക്ടറും MLAയും RDOയും DFOയും അടക്കമുള്ളവർ യോഗം ചേരുമെന്നും സബ് കളക്ടർ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ പ്രതിഷേധത്തിൽ ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല എന്ന് പെരുമ്പാവൂർ ACPയും പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.